ഇടുക്കി ചിത്തിരപുരത്ത് മണ്ണെടുക്കുന്നതിനിടെ തിട്ട ഇടിഞ്ഞു വീണ രണ്ടുപേർ മണ്ണിനടിയിൽപ്പെട്ടിരുന്നു. അതിലൊരാൾ മരിച്ചു എന്ന സങ്കടകരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. എന്തായാലും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ഒരാളെ ഇനിയും കണ്ടെത്താനുണ്ട്. അവിടെ റിസോർട്ടിന്റെ സംരക്ഷണ ഭിത്തി കെട്ടുമ്പോഴായിരുന്നു ഈ അപകടമുണ്ടായത്. പ്രദേശത്ത് വലിയ രീതിയിലുള്ള മഴ തുടരുന്നുണ്ട്. അതും രക്ഷാപ്രവർത്തനത്തിനെ സാരമായി തന്നെ ബാധിക്കുന്നുണ്ടെന്നാണ് അറിയുന്നത്. മുഹമ്മദ് ആഷിഖ് വിവരങ്ങൾ നൽകും. ആഷിഖ്, ഒരാളുടെ മൃതദേഹം കണ്ടെത്തിയോ? ഒരാളുടെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട് ജിൽസി. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. JCB ഉപയോഗിച്ച് മണ്ണ് നീക്കിക്കൊണ്ടാണ് ശരീരം പുറത്തെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നത്. ഈ ശ്രമത്തിനിടെയാണ് ഒരാളുടെ ശരീരം കണ്ടെത്തിയത്. ദാരുണമായ മരണം സംഭവിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരാളെ കൂടി കണ്ടെത്താനുള്ള തിരച്ചിൽ ഇപ്പോൾ തുടരുന്നുണ്ട്. മഴയായതുകൊണ്ട് തന്നെ വലിയ പ്രയാസം ഇതുമായി ബന്ധപ്പെട്ട് നേരിടുന്നുണ്ട്. ആ പ്രദേശത്തേക്ക് ഗതാഗതമടക്കം നിയന്ത്രിച്ച ആളുകളെ കടത്തിവിടുന്നതടക്കം നിയന്ത്രിച്ചുള്ള സംവിധാനങ്ങൾ പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മൂന്നാറിൽ നിന്നും അടിമാലിയിൽ നിന്നും എത്തിയിട്ടുള്ള ഫയർഫോഴ്സ് സേനാംഗങ്ങളുടെ നേതൃത്വത്തിലാണ് ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നത് എന്നുള്ളതാണ്. JCB ഉപയോഗിച്ച് മണ്ണ് നീക്കി ഉള്ള തിരച്ചിൽ നടക്കുന്നതുകൊണ്ട് തന്നെ ശരീരം കണ്ടെത്തുക എന്നുള്ളത് വലിയ ദുഷ്കരമായ കാര്യമാണ് എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. ആദ്യം കണ്ടെത്തിയ ശരീരം തന്നെയും പൂർണ്ണ രൂപത്തിലായിരുന്നില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ശരീരം ചിതറിപ്പോയിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. വലിയ തോതിലുള്ള മണ്ണ് ഇടിഞ്ഞു വീണിട്ടുണ്ട്. റിസോർട്ടിന് വേണ്ടിയിട്ടുള്ള സംരക്ഷണ ഭിത്തി കിട്ടുന്നതുമായി ബന്ധപ്പെട്ട മണ്ണ് നീക്കുന്നതിനിടെയാണ് വലിയ തോതിൽ മണ്ണിടിഞ്ഞു വീണ് രണ്ട് തൊഴിലാളികൾ അതിനിടയിൽ പെടുന്നത്. ഏതാണ്ട് 1 മണിക്കൂറോളം നേരം ഈ രണ്ടുപേരും മണ്ണിനടിയിൽ കിടന്നു എന്നുള്ളതാണ്. ആരാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടോ? മരണപ്പെട്ട ആളുടെ പേര് നിലവിൽ സ്ഥിരീകരിക്കാൻ ആയിട്ടില്ല. 2 പേരാണ് മണ്ണിനടിയിൽപ്പെട്ടത്. അതിൽ ഒരാൾ ആനച്ചാൽ ശംഖുപടി സ്വദേശിയും ഒരാൾ ബൈസൺവാലി സ്വദേശിയുമാണ്. ഇതിൽ 2 പേരിൽ ആരാണ് മരണപ്പെട്ടത് എന്നുള്ളത് ഇതേവരെ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ വിവരം കൂടി അല്പസമയത്തിനുള്ളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ ഒരാൾ ഇപ്പോഴും മണ്ണിനടിയിലാണ്. അയാളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുന്നു. ജിൽസി, ആഷിഖ്, അതിശക്തമായ മഴയെ തുടർന്ന് തന്നെയാണോ ഈ അപകടം ഉണ്ടായത്? തീർച്ചയായും ശക്തമായ മഴ ലഭിക്കുന്നുണ്ടായിരുന്നു ആ പ്രദേശത്ത്. ഈ ആനച്ചാൽ പ്രദേശത്ത് ശക്തമായ മഴയായിരുന്നു ഏതാനും മണിക്കൂറുകളായി ലഭിച്ചിരുന്നത്. ഇതേ തുടർന്നാണ് ഇതിനിടെയാണ് ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിരുന്നത്. സുരക്ഷാ ക്രമീകരണങ്ങൾ വേണ്ടത്ര പാലിച്ചിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഇനി പരിശോധിക്കേണ്ടതാണ്. കാരണം പ്രത്യേകിച്ച് ശക്തമായ മഴ ഹൈറേഞ്ചിൽ ലഭിക്കുന്ന സമയത്ത് മണ്ണ് നീക്കുന്ന അടക്കമുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഒരുക്കങ്ങളോടെ കൂടെ വേണ്ടി മാത്രമേ ഉണ്ടാകാൻ കഴിയുകയുള്ളൂ. പക്ഷേ അത്തരം സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ഈ നിർമ്മാണ പ്രവർത്തനം നടന്നത് എന്നുള്ളത് പരിശോധിക്കണം. ഇനി അങ്ങനെയല്ല ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വീഴ്ചയുടെ ഫലമായി ഒരു ജീവൻ നഷ്ടമായിരിക്കുന്നു. ഒരാൾ മണ്ണിനടിയിലാണ്. അയാളെ കൂടി കണ്ടെത്താനുള്ള ശ്രമം ഇപ്പോൾ തുടരുകയാണ്. ജിൽസി, 2 പേരാണ് മണ്ണിനടിയിൽപ്പെട്ടത്. ഇടുക്കി ചിത്തിരപുരത്തായിരുന്നു മണ്ണെടുക്കുന്നതിനിടെ തിട്ട ഇടിഞ്ഞു വീണ് 2 തൊഴിലാളികൾ മണ്ണിനടിയിൽപ്പെട്ടത്. അതിലൊരാളുടെ മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. മറ്റൊരാൾക്കായി ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ്. ആരാണ് മരിച്ചത് എന്നത് എന്തായാലും തിരിച്ചറിയാനോ സ്ഥിരീകരിക്കാനോ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ അടിമാലി, മൂന്നാർ അഗ്നിശമന സേന യൂണിറ്റുകൾ എത്തിക്കൊണ്ടാണ് അവിടെ തെരച്ചിൽ പുരോഗമിക്കുന്നത്. JCB ഒക്കെ എത്തിച്ചിട്ടുണ്ട്. അവിടെ തെരച്ചിൽ വളരെ ദ്രുതഗതിയിൽ തന്നെ പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ പ്രദേശത്ത് അതിശക്തമായ മഴ തുടരുന്നതാണ് രക്ഷാപ്രവർത്തനത്തിന് വലിയ വെല്ലുവിളി ഉണ്ടാക്കുന്നത്. ആഷിഖ് തുടരുന്നുണ്ട്. ആഷിഖ്, ഇപ്പോൾ ഈ അപകടം ഉണ്ടായിട്ട് എത്ര മണിക്കൂർ പിന്നിടുകയാണ്? ഏതാണ്ട് 1 മണിക്കൂർ മുമ്പാണ് ഈ മണ്ണിടിഞ്ഞ് വീണത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. മഴ ഉള്ള സമയത്തായിരുന്നു മണ്ണിടിഞ്ഞ് വീണത്. മണ്ണ് വലിയ തോതിൽ ഇടിഞ്ഞു വീണു. ആ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്ന തൊഴിലാളികൾക്ക് മുകളിലേക്ക് മണ്ണ് വീഴുകയായിരുന്നു. അതിൽ 2 പേർ മണ്ണിനടിയിൽപ്പെട്ടു. മറ്റുള്ളവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് ഉടനടി തന്നെ ഫയർഫോഴ്സ് അധികൃതരെ അറിയിക്കുന്നു. ഏറ്റവും അടുത്തുള്ള അടിമാലി ഫയർഫോഴ്സ് സ്റ്റേഷനിൽ നിന്ന് ആദ്യം ഫയർഫോഴ്സ് സേനാംഗങ്ങൾ എത്തി. പിന്നീട് മൂന്നാറിൽ നിന്നും കൂടുതൽ സേനാംഗങ്ങൾ എത്തി മണ്ണ് നീക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയായിരുന്നു. മണ്ണ് മാറ്റാൻ കൂടുതൽ പ്രയാസം അനുഭവപ്പെട്ട സമയത്താണ് JCB എത്തിച്ച് മണ്ണ് നീക്കുന്നത്. പിന്നീട് JCB എത്തിച്ച് മണ്ണ് നീക്കുന്നതിനിടയിലാണ് ഒരാളുടെ മൃതദേഹം കാണുന്നത്. ഒരാളുടെ മൃതദേഹം പൂർണ്ണ രൂപത്തിലായിരുന്നില്ല, അത് ചിതറിയ നിലയിലായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ മൃതദേഹം പുറത്തെടുക്കുകയായിരുന്നു. ഒരാളെ കൂടി കണ്ടെത്താനുള്ള തിരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്. ഒരാളെ ഉടനടി തന്നെ കണ്ടെത്താൻ കഴിയും എന്ന പ്രതീക്ഷയാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന ആളുകൾ തന്നെ പറയുന്നത്. ഇപ്പോഴും മഴ തുടരുകയാണ്. ശക്തമായ മഴയാണ്. അത് വലിയ പ്രയാസം ഉണ്ടാക്കുന്നുണ്ട് ഈ രക്ഷാപ്രവർത്തനങ്ങൾക്ക്. അതാണ് രക്ഷാപ്രവർത്തന നേതൃത്വം നൽകുന്ന ആളുകൾ തന്നെ ഏറ്റവും പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. ഒരുപക്ഷെ ആളുകൾ ഇറങ്ങി മണ്ണ് നീക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം നൽകിയ ഒരുപക്ഷെ വീണ്ടും മണ്ണിടിഞ്ഞു വീണ് വലിയ അപകടങ്ങൾ കൂടുതൽ ഉണ്ടാകുമോ എന്നുള്ള ആശങ്ക നിലവിൽ നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ JCB ഉപയോഗിച്ച് മണ്ണ് മാറ്റുകയാണ്. അതേസമയം ഈ മരണപ്പെട്ട ആളെ തിരിച്ചറിയാനുള്ള ശ്രമങ്ങൾ കൂടി തുടരുന്നുണ്ട്. അവിടെ ഈ റിസോർട്ടിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മാണമായിരുന്നു നടന്നു വന്നത്. വലിയ ഉയരത്തിൽ നിന്നാണോ ഈ മണ്ണിടിഞ്ഞു വീണത്? തെരുവുള്ള പ്രദേശങ്ങളാണ് സ്വാഭാവികമായും ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ ഹൈറേഞ്ചിൽ നടക്കുക. പ്രത്യേകിച്ച് റിസോർട്ട് മേഖലയൊക്കെ ആകുമ്പോൾ തന്നെയും ചെരിഞ്ഞ
കുത്തനെയുള്ള പ്രദേശങ്ങളാണ്. ആ ഭാഗത്ത് ഒരു റിസോർട്ടിന് വേണ്ടിയിട്ടുള്ള റിട്ടേണിംഗ് വാൾ നിർമ്മിക്കുകയായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മണ്ണ് നീക്കി വാൾ നിർമ്മിക്കുവാൻ വേണ്ടിയുള്ള സംരക്ഷണ ഭിത്തി നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള നിർമ്മാണങ്ങളായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അതിനിടെയാണ് മണ്ണ് ഇടിഞ്ഞു വീണത്. വലിയ തോതിൽ നിയന്ത്രിക്കാനാകാത്ത തരത്തിൽ മണ്ണ് ഇടിഞ്ഞു വീണ് വലിയ കൂന രൂപപ്പെടുകയും അതിനടിയിൽ രണ്ടുപേർ പെട്ടുപോവുകയും ചെയ്തു. ഇവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ദിവ്യ, ഇടുക്കി ചിത്തിരപുരത്തായിരുന്നു ദുരന്തമുണ്ടായത്, അപകടമുണ്ടായത്. മണ്ണിടിഞ്ഞു വീണാണ് ഒരു തൊഴിലാളിക്ക് ദാരുണാന്ത്യമുണ്ടായത്. വിവരങ്ങളാണ് മുഹമ്മദ് ആഷിഖ് നൽകിയത്.